നാവിനെ അഗ്നി അഭിഷേകം തരണം. വചനം വേണ്ട വിധത്തിൽ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വർഗം അതിന് അറിയാം. അങ്ങ് തന്ന വാഗ്ദത്തം കൊണ്ട് മാത്രമാണ് അങ്ങയുടെ ജനത്തിന് മുമ്പിൽ നിന്ന് തൽക്കാലം വചനവുമായി അടിഞ്ഞിരിക്കുന്നത്. അവിടുന്ന് വാഗ്ദത്തങ്ങൾ വിശ്വസ്തന. കഴിഞ്ഞ നാളുകളിൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അത്യന്ത ശക്തി അനേക പ്രാവശ്യങ്ങൾ അനുഭവിപ്പാൻ അടിയുടെ ജീവിതത്തിൽ ഇടയാക്കിയെങ്കിൽ ഇന്ന് തൽക്കാലം അത്യന്ത ശക്തി അടിയുടെ മേൽ പകരണം. നാവിന്മേൽ അഗ്നി അഭിഷേകം തരണം. ആത്മാവിന്റെ തീ ഞങ്ങളുടെ മധ്യത്തിൽ കത്തണം. ഹല്ലേലൂയ. ഞങ്ങൾ വൈദ്യുത ഒരു വചന കേൾവിയല്ല, മറിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങൾ കത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തില് ഇന്ന് പുതിയ പ്രതിഷ്ഠകളിലേക്ക്, പുതിയ ആരംഭങ്ങളിലേക്ക് കടന്നു വരാൻ സ്വർഗമിടയാക്കുമാറാകണമെന്നുള്ള അടുത്തേക്ക് സകല മഹത്വം അങ്ങെടുക്കണം കർത്താവ്. ക്രൂശന്റെ മറവിൽ ഇവനെ മറച്ചു നിർത്തണം കർത്താവെ. പുകഴാനൊന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല, അഹങ്കരിപ്പാൻ ഒന്നുമില്ലപ്പാ. കൃപയല്ലാതെ ഒന്നുമില്ലെന്ന് സമ്മതിച്ചുകൊണ്ട് ഒന്നുകൂടെ ഇവനെ താഴ്ത്തി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇണങ്ങിയ ആയുധമായി അങ്ങയുടെ ഒരു മൗത്ത് പീസായി വലിയവനെ ഉപയോഗിക്കണം. സകല മഹത്വം അവിടുന്ന് എടുക്കണം. പുത്രന്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളെ രക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം വളരെ വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശമൂവേലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ശമൂവേലിന്റെ അമ്മയായ ഹന്നയെ കുറിച്ചാണ്. ഹന്നയെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഈ വിഷയത്തിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. ഹന്ന ആരായിരുന്നു എന്ന് ശമൂവേലിന്റെ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയായിരുന്നു ഈ ഹന്ന. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, പെനീനയും ഹന്നയും. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. ഈ ഹന്നയ്ക്ക് മക്കളില്ലാതെ ഇരുന്നുവെന്ന് മാത്രമല്ല, ഹന്ന സദാസമയവും പെനീന സദാസമയവും ഈ ഹന്നയെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നമ്മുടെ ചിലർക്കൊക്കെ ഉള്ള ഒരു പ്രത്യേക കഴിവാണ് ഈ ചൊറിയുന്ന സ്വഭാവം എന്ന് പറയുന്നത്. അവരെവിടെ ഇരുന്നാലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ആരും അങ്ങനെ ആകരുത്. പക്ഷേ അതിനകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. കാരണം ഈ പെനീനായി ഹന്നായി അങ്ങ് ചൊറിയാൻ തുടങ്ങിയിട്ട് ഇവൾക്ക് ഒരു രക്ഷയില്ല, ഇവൾക്ക് ഇരിക്കപ്പെടുന്നില്ല. വീട്ടിൽ ചെന്ന് കയറിയാൽ യാതൊരു വിധത്തിലും ഈ പെനീന ഇവൾക്ക് സ്വസ്ഥത കൊടുക്കത്തില്ല. അങ്ങനെ സ്വസ്ഥതയില്ലാതായപ്പോ ഇവൾക്ക് സങ്കടം ബോധിപ്പിക്കാൻ ഭർത്താവ് അവളോട് ചോദിച്ചു, അവളോട് ചോദിച്ചു, ഹന്നായെ നിനക്ക് 10 പുത്രന്മാരെക്കാളും ഞാൻ നല്ലവനല്ലയോ? ശരിയാ, പക്ഷെ 10 പുത്രന്മാരെക്കാളും ഭർത്താവ് നല്ലതാണെങ്കിലും ഹന്നയെ സംബന്ധിച്ചിടത്തോളം ഷി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. കാരണം ദൈവത്തിന് അതിനകത്തൊരു പദ്ധതി ഉണ്ടായി. ഈ പെനീന ഹന്നയെ ഇങ്ങനെ പെസ്റ്റർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഹന്ന ഒരു പൈതലിന് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കയില്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അവർക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല. കാരണം 8-10 മക്കളെക്കാൾ തന്നെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവ്. എല്ലാ വർഷവും ശീലോമിൽ പോകുമ്പോൾ യാഗം കഴിച്ചേച്ച് വരുമ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഓഹരി കൊണ്ടുകൊടുക്കുമ്പോൾ ഹന്നായിക്ക് ഭർത്താവ് ഇരട്ടി ഓഹരി കൊടുക്കും. ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അല്ലെ. ഇവിടെ നമുക്കൊരു ദൂതുണ്ട്. നമുക്ക് ദൈവം തന്ന ഭാര്യയെ നമ്മളെക്കാൾ അധികം സ്നേഹിക്കണം. ആരും സ്വന്തം ശരീരത്തെ പകയ്ക്കുന്നില്ലല്ലോ എന്നാ വചനം പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തന്ന ജീവിത പങ്കാളിയെ പ്രത്യേകമായിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് കടന്നു വന്നിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ക്ഷമിക്കുകയും സഹിക്കുകയും വഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയകരമായ കുടുംബജീവിതം നയിക്കാൻ കഴിയുള്ളൂ. ലോകത്തിൽ ഒരു വ്യക്തി 100% പെർഫെക്റ്റ് അല്ല. എല്ലാ വ്യക്തികൾക്കും എത്ര വലിയ ദൈവ പൈതലാണെങ്കിലും, അഭിഷേകം പ്രാപിച്ചതാണെങ്കിലും, എത്ര അന്യഭാഷ പറയുന്നതാണെങ്കിലും, സ്നാനപ്പെട്ടതാണെങ്കിലും, വേർപെട്ടതാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. കുറ്റങ്ങളും കുറവുകളില്ലാത്തവരാരുമില്ല. കുറ്റങ്ങളും കുറവില്ലാത്തവരാരുമില്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യർക്ക് ഒരു കുറ്റവും ഇല്ല, കുറവും ഇല്ലെങ്കിൽ പിന്നെ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി കടന്നു വരേണ്ട ആവശ്യമില്ല. അപ്പൊ മനുഷ്യരെല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നത് കൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ദൈവം നമുക്ക് തന്ന ഭാര്യയോ
ദൈവം നമുക്ക് തന്ന ഭർത്താവോ നമ്മുടെ ജീവിത പങ്കാളിയാണ്. കുറവുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അത് സഹിച്ചും വഹിച്ചും മുമ്പോട്ട് പോകുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്നുള്ള സത്യം നമ്മൾ ഒരു നാളും മറന്നു പോകും. ഞാൻ മടങ്ങി വരട്ടെ. ഈ പെനീന ഇങ്ങനെ ഹന്നായെ നിർബന്ധിച്ച കാരണം ഹന്നായിക്ക് ഒരു നിവൃത്തിയില്ലാതെ അവൾ ദേവാലയത്തിലേക്ക് ചെന്ന് അവിടെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നായെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ചില വാക്യങ്ങൾ നമുക്കൊന്ന് എടുക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളൊന്ന് ഉറക്കെ വായിച്ചാണ്. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. ഹന്നാ ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീതി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. മതി. ഇവിടെ ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ വാസ്തവത്തിൽ അവൾ വാക്കുകളൊന്നും പുറത്തു കേട്ടില്ല. അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ ഇഷ്ടംപോലെ വാക്കുകൾ അല്ലെ. നമ്മളിപ്പോ മണിക്കൂറുകൾ വേണമെങ്കിൽ നമ്മൾ ഇരുന്ന് വളരെ ഭംഗിയായിട്ട് നല്ല സരസമായ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിവുള്ള അനേകരുണ്ട്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെന്ന് എത്തുന്നുണ്ടോ? ആർ വി പോറിംഗ് ഔട്ട് അവർ ഹാർട്ട് ടു ദ ലോർഡ്? കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം അല്ലെങ്കിൽ എണ്ണ പകരുക എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് മുഴുവൻ മറ്റേ പാത്രത്തിലേക്ക് ഇങ്ങനെ പകരപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ തിങ്ങിവങ്ങുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങളൊക്കെ ദൈവസന്നിധിയിലേക്ക് അങ്ങോട്ട് ഒഴുക്കി വിടുന്ന ഒരു അനുഭവം. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുന്ന കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ഈ നാളുകൾ കടന്നു വരണം. പ്രാർത്ഥിക്കണം. രാവിലെ നമുക്കൊക്കെ ഒരു നല്ല ഇതുകൊണ്ട് അതൊരു ദോഷമാണ്. ഈ പ്രാർത്ഥിക്കാതെ കിടന്നാൽ ചിലർക്ക് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും അല്ലെ. പണ്ടൊരു സഹോദരി എന്നോട് പറഞ്ഞു, സാറേ ഈ രാവിലെ എന്നിട്ട് പ്രാർത്ഥിക്കാൻ നിവൃത്തിയൊന്നുമില്ല. കാരണം സ്കൂളിൽ പോകണം, പിള്ളേർക്ക് പൊതിയൊക്കെ കെട്ടി പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടേച്ച് പിന്നെ എനിക്ക് സ്കൂളിൽ പോകണം, ടീച്ചറാണ്. അപ്പൊ പ്രാർത്ഥിക്കാൻ ഒട്ടും സമയമില്ല. പിന്നെ രാത്രി പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുമ്പോ രാത്രിയില് പകരത്തെ അധ്വാനം എല്ലാം കഴിഞ്ഞ് പിന്നെ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ആകെപ്പാടെ ഇത് ഉറക്കം തൂങ്ങും. അപ്പം പിന്നെ കർത്താവേ, നീ എല്ലാം അറിയുന്നല്ലോ, ഞാനിതാ ഉറങ്ങും അല്ലെ. പലപ്പോഴും നമ്മുടെ അനുഭവം അങ്ങനെയാണ്. അതുകൊണ്ട് പ്രാർത്ഥന, വാസ്തവമായി പ്രാർത്ഥന യഥാർത്ഥമായി തീരണമെങ്കിൽ, അത് ഫലവത്തായി തീരണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുന്ന ഒരു അനുഭവത്തിലേക്ക് മാറണം. ചിലപ്പോൾ വാക്കുകൾ കിട്ടിയില്ലെന്ന് വരാം, ചിലപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ഹൃദയം ദൈവമായിട്ടുള്ള വലിയൊരു കമ്മ്യൂണിക്കേഷൻ, an intimate and close relationship with the Father. ഈ നമ്മുടെ ദൈവം ആരാ? കരുണയുള്ള ദൈവം ഒക്കെ തന്നെ സമ്മതിച്ചു. അവനാരാ? ഹീസ് മൈ ഹെവൻലി ഫാദർ അല്ലേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെപ്പോഴും എനിക്ക് കണ്ണിന് സുഖമുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉറക്കെ പ്രാർത്ഥിക്കും. കോളനിയിലുള്ളവരൊക്കെ കേട്ടോട്ടെ എന്ന് വിചാരിച്ചല്ല പ്രാർത്ഥിക്കുന്നത്. കാരണം ഞാൻ ദൈവത്തോട് പറയും, ദ ക്രിയേറ്റർ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ് ഈസ് മൈ അബ്ബാ ഫാദർ അല്ലേ. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ലോകത്തിന്റെ ഉടയവൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെ ഉളവാക്കിയവൻ, നക്ഷത്ര ഗോളങ്ങളെ അതാത് സ്ഥാനങ്ങളിൽ നിർത്തിയിരിക്കുന്നവൻ, അതൊക്കെ പേർചൊല്ലി വിളിക്കുന്നവൻ, അവിടെ എണ്ണമെടുക്കുന്നവൻ, സമുദ്രത്തിന് കടന്നുകൂടാൻ മണൽ കൊണ്ട് അതിരിട്ടവൻ. അവൻ ആരാ? He is not only the creator of the whole universe, but he is my heavenly father.
What a great privilege it is. അതുകൊണ്ടാണ് ലേഖനകാരൻ പറയുന്നത്, കാന്തി നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതെപ്പോഴും ഓർത്തോളണം പ്രിയമുള്ളവർ. നമ്മുടെ എന്ത് വേദന അവനോട് പറയാം, എന്ത് ഭാരം അവനോട് പറയാം, എന്ത് തോൽവികൾ അവനോട് പറയാം, എന്ത് നിരാശകൾ അവനോട് പറയാം. നമ്മുടെ ഹൃദയ നെടുവീർപ്പുകൾ എന്തായിരുന്നാലും അവൻ സന്നിൽ പകരാൻ അവൻ നമുക്ക് വലിയ ഭാഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ജനമേ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവി. പകരുന്ന അനുഭവം, ജസ്റ്റ് പറഞ്ഞു തീർത്ത് ഓടിപ്പോകുന്ന അനുഭവമല്ല. ആ ഒരു വലിയ ബന്ധത്തിലേക്ക് ഈ നാളുകൾ നമുക്ക് പ്രവേശിക്കാം. ഹന്നയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മറുപടി കിട്ടുന്നവരെ ദൈവസന്നിധിയിൽ അവളുടെ ഹൃദയം പകർന്നുകൊണ്ടേയിരുന്നു. ദൈവം അവളെ മാനിച്ചു. ഏലി പുരോഹിതൻ പോലും വിചാരിച്ചു ഇവള് മദ്യപിച്ചിട്ട് വന്നിരുന്ന് ആലയത്തിൽ വന്നാണെന്ന് വിചാരിച്ചു. പക്ഷെ അവള് പറഞ്ഞു, ഞാൻ ഹൃദയം വ്യസനമുള്ള ഒരു സ്ത്രീ. ഏലി പുരോഹിതൻ പറഞ്ഞു, നിന്റെ യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് നൽകട്ടെ. അവളൊരു നേർച്ച നേർന്നു. എന്റെ നേർച്ച എന്നുള്ളത് നമുക്ക് വചനത്തിൽ തന്നെ നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കേ. പിന്നെ 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. അന്നേ ആ സമയത്ത് ഹന്ന ഒരു നേർച്ച നേർന്നു. ആ നേർച്ച എന്താണെന്ന് ചോദിച്ചാൽ, നീ എനിക്കൊരു ആൺപൈതലിനെ തന്നാൽ ഞാൻ ആൺപൈതലിനെ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ ഞാൻ പ്രതിഷ്ഠിക്കും. പ്രിയമുള്ളവരെ, ആ സമയത്ത് ഏലി പുരോഹിതന്മാരുടെ 2 മക്കളും അവരാണ് അടുത്ത പൗരോഹിത്യ സ്ഥാനത്തേക്ക് വരേണ്ടത്. അവര് രണ്ടുപേരും ദുർവൃത്തരായി മാറി. വരുന്ന ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാര്യങ്ങളുമായിട്ടുള്ള അഭീത ബന്ധം. യാഗം കഴിച്ചു കഴിഞ്ഞാൽ യാഗം കഴിച്ച് തീരുന്നതിന് മുമ്പ് മുപ്പല്ലി കൊണ്ട് ഇറച്ചിയെടുത്ത് തിന്നുന്ന അനുഭവം, ദൈവത്തിന്റെ യാഗപീഠത്തെ അവഹേളിക്കുന്ന അനുഭവം, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുടെ നടുവിൽ ഈ ആലയത്തില് രാത്രി തിരി കത്തിക്കൊണ്ടിരിക്കണം. അത് യഹൂദന്റെ പ്രമാണമാണ്. പെട്ടകം ദൈവത്തിന്റെ നിയമപെട്ടകത്തിന് മുമ്പ് രാത്രി മുഴുവൻ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. പക്ഷെ രാത്രി മുഴുവൻ വിളക്ക് കത്തിക്കേണ്ട ഏലിയുടെ പുരോഹിതന്മാർ ദുർപ്രവൃത്തിയിൽ ജീവിച്ച് മുന്നേറുമ്പോൾ, ദേശമാകൃത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്ന ഒരു പ്രവാചകനെ കേൾക്കണം. അതുകൊണ്ട് ദൈവം പെനീനയുടെ ഗർഭത്തെ അടച്ചു. ഹല്ലേലൂയ. അല്ല, ഹന്നയുടെ ഗർഭത്തെ അടച്ചു. ഓർത്തോണം, ഈ സമയത്ത് എനിക്ക് സാറയോട് പറയാനുള്ളതാണ്. ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നുണ്ട്. 7-8 വർഷക്കാലം ദൈവയുടെ ഗർഭവനം അടച്ചു. പക്ഷേ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. അനുഗ്രഹിക്കപ്പെട്ട 2 ആൺതലമുറകളെ നൽകി. ദൈവത്തിന് അവരെ കുറിച്ച് പദ്ധതി ഉള്ളതുകൊണ്ടാ, പ്ലാൻ ഉള്ളതുകൊണ്ടാ. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവർ. ദൈവം നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്, ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് വരാം. ചിലപ്പോൾ അനേക പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം തന്നതായിരിക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങള് ദൈവത്തിന് വേണ്ടി നാം കൊടുക്കാനുള്ളവരാണ്. അവര് പൂർണ്ണ സമയ സുവിശേഷ വേല ചെയ്യണമോ അതോ ജോലിയോടുകൂടി സുവിശേഷ വേല ചെയ്യണമോ, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൻ നിശ്ചയിക്കുന്നത്, നമ്മളല്ല. ഈ എക്സ്പ്രസ് അവർ ഡിസൈർ, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയാം. ദൈവമാണ് നിവർത്തിക്കേണ്ടത്. കാരണം ഒരാളിനെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം വ്യക്തമായി വിളിച്ചിറക്കാതെ അപ്പനും അമ്മയെ പറഞ്ഞത് കൊണ്ട് ആരും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്. എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്റെ വല്യപ്പച്ചൻ ഡെഡിക്കേറ്റ് ചെയ്ത ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ നിന്റെ ഹിതമാണെങ്കിൽ എന്നെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കണം. പക്ഷേ ദൈവം എന്നെ അയച്ചത് കോളേജിലെ ഒരു പ്രൊഫസറായിട്ടാണ്. പക്ഷെ അവിടെ കർത്താവിന് വേണ്ടി അനേക ആത്മാക്കളെ നേടാൻ ദൈവത്തിന് വലിയ ഭാഗ്യം തന്നു. ജീവിതത്തിന് വലിയ ഭാഗ്യമതാ. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ 76 വർഷക്കാലത്തെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എന്ന് പറയട്ടെ, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നത് പോലെ ഇത്ര ശ്രേഷ്ഠമൊരു പദവി ഇല്ല. എത്രയോ ആത്മാക്കൾ നിത്യതയിൽ ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും ഇവളോട് പറയുന്നൊരു കാര്യമുണ്ട്, എടി നിത്യതയിൽ ഇവളാരെയും ഒരുപക്ഷെ നമ്മളെ അറിഞ്ഞില്ലെന്ന് വരാം, നമ്മളെ മാനിച്ചില്ലെന്ന് വരാം, നമുക്ക് കസേര തന്നില്ലെന്ന് വരാം.
വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ അനേകർ നമ്മളോട് പറയും, അപ്പുറത്തെ നരകത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളോട് പറയും, സാറും ആന്റിയും ഞങ്ങളോട് സുവിശേഷം പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആ നരകത്തിൽ കിടന്ന് കത്തുമായിരുന്നു. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയാനായിട്ടിടയാക്കി. ദൈവകരങ്ങൾ പ്രിയമുള്ള, നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രാപ്തിയല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല. ഓൺലി വാട്ട് ഗോഡ് എക്സ്പെക്ട്സ് ഫ്രം us is our availability, our commitment, our dedication to be useful for the Lord. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോ ദൈവം നമുക്ക് അനേക അവസരങ്ങൾ തരും. പ്രിയമുള്ള, നന്ദിയോടെ ഞാൻ പലപ്പോഴും ഇരുന്ന് സ്തോത്രം ചെയ്യും. ഇപ്പോഴും അനേക കുഞ്ഞുങ്ങൾ അവിടുന്ന് ഇവിടുന്ന് വിളിക്കും, സാറന്ന് വന്ന് സുവിശേഷം പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തൊരു അനുഭവമുണ്ട്. ഞാൻ ചുങ്കത്തറ മർത്തമ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പോൾ ഞാനൊരു മീറ്റിങ്ങിന് ചെന്ന് ആ മീറ്റിംഗ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു IPCയിലെ പാസ്റ്റർ എന്നോട് വന്ന് ചോദിച്ചു, സാറേ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. കാരണം ഒരുപാട് പേരെ കോളേജ് വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം അന്നൊക്കെ ഓടി നടന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന സമയമാണ്, പോകാത്ത സ്ഥലങ്ങളില്ല. ഈ ക്യാമ്പുകൾ ഇങ്ങനെ മാറി മാറി ക്യാമ്പുകൾ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയമായതുകൊണ്ട് ഒരുപാട് പേര് പരിചയമുള്ളവരുണ്ട്. പക്ഷെ ആരെയും സ്പോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പഠിപ്പിച്ച പിള്ളേരെ പോലും ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസം. അപ്പം ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സാറേ കുന്നംകുളത്ത് നടത്തിയ ഒരു EU ക്യാമ്പിനെ കുറിച്ച് സാറിന് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ട്. കാരണം ആ ക്യാമ്പിന് ഞാൻ പോകുന്നതിന് മുമ്പ് അന്നൊക്കെ എൻ്റെ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ പരിമിതമായ ഡ്രസ്സാണ്. അന്ന് ഞങ്ങൾക്ക് EUവിൽ ഒരു പോളിസി ഉണ്ടായിരുന്നു, earn as much for the Lord and give as much for the Lord. കർത്താവിന് എത്രയും സമ്പാദിക്കുക, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എത്രയും കൊടുക്കുക. അതുകൊണ്ട് വി ആർ ഓൾ ലീഡിങ് എ വെരി സിമ്പിൾ ലൈഫ്. എനിക്ക് ആകെപ്പാടെ 3 പാൻറ്റും 3 ഷർട്ടുമാണ്. എനിക്ക് പറയുന്നതൊന്നും ലജ്ജയൊന്നുമില്ല. ഇപ്പഴാ വാസ്തവത്തിച്ച് റെഡിമെയ്ഡ് ഷർട്ട് വാസ്തവത്തിൽ റിട്ടയർ ചെയ്ത ശേഷം ഞാൻ ഇടാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഇട്ടോണ്ട് വരുന്ന ഒരൊറ്റ ഷർട്ട് ഞാൻ വാങ്ങിച്ചതല്ല. എന്റെ 60ാമത്തെ പിറന്നാളിലും 70ാമത്തെ പിറന്നാളിലും 75ാമത്തെ പിറന്നാളിലും എല്ലാം ഇങ്ങനെ ഈയിടെ ഞാൻ പലരോടും വിളിച്ചു പറഞ്ഞു, ദയവ് ചെയ്ത് ഇനി ഷർട്ട് ആരും കൊണ്ടുവരരുത്. കാരണം അതേപോലെ എന്റെ അലമാരിയിൽ ദൈവം അടിക്കി തന്നു. അന്ന് വെറും 3 പാൻറ്റും 3 ഷർട്ടുമാണ്. അപ്പം ഞങ്ങളുടെ കോളേജിൽ ഒരു സാറ് ഒരിക്കൽ എന്റെ പാൻറ് നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഈ പാൻറ് പ്രൊഫസറായല്ലോ എന്ന് പറഞ്ഞ. അന്ന് ഞങ്ങൾക്ക് 13 വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഫസറാണ്. പറഞ്ഞതാ. പക്ഷെ ഇന്നെനിക്ക് ദൈവം സമൃദ്ധിയായി തന്നിട്ടുണ്ട്. അപ്പൊ ഞാനങ്ങനെ അപ്പൊ ഒരു ക്യാമ്പ് കഴിഞ്ഞ് അടുത്ത ക്യാമ്പിന് മുമ്പ് ആ പാൻറ് കഴുകിയിട്ട് ഉണക്കിയിട്ട് വേണം അടുത്ത ക്യാമ്പിന് പോകാൻ. അപ്പം ഞങ്ങളന്ന് പുതിയ വീട് വെച്ച് മാറി, പുതിയ മൊസൈക്ക് തറയാണ്. ബാബ എനിക്കുള്ള പാൻറ് ഷർട്ടും നനച്ച് ആ വെള്ളം നനവോടുകൂടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് അയെ കൊണ്ടിടാനായിട്ട്. അന്ന് ഞങ്ങൾക്കൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനേ ഉള്ളൂ, ഫുള്ളി ഓട്ടോമാറ്റിക് ഇല്ല. അപ്പം പുറത്ത് കൊണ്ടുപോയിട്ട് ഉണക്കണം. അപ്പൊ ഇതിനകത്തിട്ട് നനച്ചിട്ട് കൊണ്ടുവന്ന് വാഷ് ബേസിന്റെ അവിടെ വരികയും ഇവളുടെ 2 കാലും അങ്ങ് തെറ്റിപ്പോയി മൂടിടിച്ച് അവിടെ വീണു. വീട് കുറെ സമയത്തേക്ക് അനക്കം ആവുകയില്ല. എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ട് എഴുന്നേൽപ്പാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഒരു വിധത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഞാൻ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പരിചയമുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അവരോട് വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ എന്ന് നോക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവള് ശ്വാസമൊക്കെ നേരെ വീണ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുള്ളൂ. എന്നാ പിന്നെ പേടിക്കണ്ട, ഒടിവൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നോളാം, ചതമൊക്കെ കാണത്തുള്ളെന്ന് പറഞ്ഞു. ഏതായാലും ഇവക്ക് ആ ദിവസങ്ങൾ എഴുന്നേറ്റ് നിൽക്കാനും കംപ്ലീറ്റ് കിടപ്പാ. 2 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്, ക്യാമ്പിന് പോണം. അപ്പൊ ഞാൻ പറഞ്ഞടി ഞാൻ പോകുന്നില്ല. ഇവള് പറഞ്ഞ് പറ്റത്തില്ല, മോനിച്ച പോയേ പറ്റൂ. കാരണം മോനിച്ച ചെന്നില്ലെങ്കിൽ ക്യാമ്പിന് പ്രസംഗിക്കാൻ ആളില്ല. അവിടെ അനേകരെ മോനിച്ചാനെ കാത്തിരിപ്പുണ്ട്. പോയേ പറ്റത്തുള്ളൂ. എവിടെ? ഞാൻ തളിപ്പറമ്പിൽ കിടക്കുന്നു, കുന്നംകുളത്താ ക്യാമ്പ്. അപ്പൊ ഇവളെന്നെ നിർബന്ധിച്ച് ഞാൻ എങ്ങനെയും മാനേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ അയച്ചു. അന്ന് ആ ക്യാമ്പിൽ വെച്ച് രക്ഷിക്കപ്പെട്ടതായി ഈ ചെറുപ്പക്കാരൻ.
ആ ചെറുപ്പക്കാരൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, സാറേ ആന്റിയോട് ഒരു കാര്യം പറയണം. ആന്റി അങ്കിളിനെ സാറിനെ നിർബന്ധിച്ച ക്യാമ്പിന് അയച്ചതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ ഇന്ന് കർത്താവിന്റെ വേല ചെയ്യും. പ്രിയമുള്ളവരെ, ഇതാ ദൈവം എന്നെ ഞാൻ ഏതാണ്ട് ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞു പറയുക, ഞാൻ ഏതാണ്ട് ആണെന്നല്ല, ആരും തെറ്റിദ്ധരിക്കല്ലേ. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വലിയ സാക്ഷ്യമാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവം നമ്മുടെ കാര്യങ്ങൾ നമ്മളെ തന്നെ ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മളെ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവമാണ്. നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തത്തില്ല. നിനക്ക് വിദ്യാഭ്യാസമില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തത്തില്ല. നിനക്ക് ഭാഷയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തത്തില്ല. നിന്റെ ഉള്ള കഴിവുകളോടും പരിമിതികളോടും കൂടെ ദൈവകരങ്ങളിൽ നീ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിന്നെ കൊണ്ട് വൻകാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു വലിയൊരാള് ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അവൻ അസാധ്യമൊന്നുമില്ല. ദൈവകരങ്ങൾ തന്നെ താൻ സമർപ്പിക്കപ്പെട്ട ഒരു ദൈവവേദനയെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ലെന്നൊരു ദൈവദാസൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു. World is yet to see what God can do through a man who is totally committed to the Lord. Hallelujah. Hallelujah. ജോലിയോടുകൂടെ ചെയ്യാം. ഞാൻ ജോലിയോടുകൂടി അതുവരെയും ചെയ്തു. ഞാൻ പല പ്രാവശ്യം കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവെ എന്റെ ജോലി റിസൈൻ ചെയ്യാൻ. കർത്താവ് പറഞ്ഞില്ല, ആയിട്ടില്ല. കർത്താവിന്റെ പൂർണ്ണമായി ജോലി ചെയ്തു. 2 വർഷം കോളേജിന്റെ ഒരു പ്രിൻസിപ്പളായിരുന്നു. അന്നേരം എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കോളേജിന്റെ പ്രിൻസിപ്പൽഷിപ്പ് എടുക്കാൻ. പക്ഷെ ദൈവം 7 വർഷം മുമ്പ് PG വരീസിനോട് കൂടെ എനിക്ക് ദൂത് പറഞ്ഞു, മർത്തോമ സഭയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ബ്രദറിനെ ദൈവം കൊണ്ടുവരും, ഇങ്ങോട്ട് ഓഫർ വരും, എടുക്കണം, യാതൊരു കാരണവശാലും നിഷേധിക്കരുത്. ആ വ്യക്തമായി 7 വർഷം മുമ്പ് ദൈവത്തിന്റെ ആത്മാവിലേറിയ ദൈവദാസിൽ കൂടെ സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കോളേജിന്റെ പ്രിൻസിപ്പൽഷിപ്പ് എടുത്തത്. അന്ന് അദ്ദേഹം പറഞ്ഞു 2 വർഷം കൂടെ പ്രിൻസിപ്പൾ ആയിരിക്കും. അത് കഴിയുമ്പോൾ വേറൊരു ഹയർ സെക്കൻഡറി സ്കൂൾ, വേറൊരു അമേരിക്കയിലുള്ളവരുടെ ഈ ഇവിടെയുള്ള സ്ഥാപനങ്ങളുടെ ചുമതല മുഴുവൻ ബ്രദറിനെയും വൈഫിനെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് അവർ റിക്വസ്റ്റുമായിട്ട് വരും, എടുക്കണം. പക്ഷെ 1 വർഷമേ അവിടെ ഇരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവിടുന്ന് ദൈവം വിളിച്ചിറക്കും. കർത്താവിന്റെ വേലയിൽ പിന്നീടുള്ള വർഷങ്ങൾ മുഴുവനായിരിക്കുമെന്ന് പറഞ്ഞു. നമ്മളൊരു അതൊക്കെ അക്ഷരം പ്രതി ജീവിതത്തിൽ നിവൃത്തിയാക്കപ്പെട്ടവനാണ് ഞാൻ. ചുങ്കത്തറ മർത്തോമ കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരുന്നപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഈ കസേരയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാ? ഐ ഹാവ് ഓൺലി ആൻ M.Com ഡിഗ്രി, ഡബിൾ ഡോക്ടറേറ്റും MA-യും ഒക്കെ ഉള്ള ഒരുപാട് പേര് മർത്തോമ കോളേജുകളിൽ വിവിധ കോളേജുകളുണ്ടായിരുന്നു. മർത്തോമ സഭയ്ക്ക് 7 കോളേജുണ്ട്. ഇത് മുസ്ലിം കോളേജിൽ നിന്ന് മർത്തോമ സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ മർത്തോമ സഭയിൽ ഒരു കോളേജിലേക്ക് പ്രിൻസിപ്പലായിട്ട് ആരെയും കൊണ്ടുവന്നിട്ടില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ആദ്യത്തെ അവസാനത്തെ ഞാൻ മാത്രമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ അന്നേരമൊക്കെ ഞാൻ തമ്പുരാനോട് ചോദിച്ചിട്ട്, കർത്താവേ ഈ കസേരയിൽ ഇരിക്കാൻ എനിക്കെന്താ യോഗ്യത? അപ്പൊ ദൈവം തമ്പുരാൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. പ്രിയമുള്ളവരെ, ദൈവം ആർക്കും കടക്കാരനല്ല. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ശമൂവേൽ പ്രവാചകൻ ജനിച്ചു കഴിഞ്ഞപ്പോ അന്ന കാല് മാറിയില്ല. ഇന്ന് അനേകരും അങ്ങനെ പ്രാർത്ഥിച്ച് മറുപടി കിട്ടി കഴിയുമ്പോ പിന്നെ ആളുകളെ നാടൻ ഭാഷ പറഞ്ഞ അജ്ഞനെ ഇട്ട് നോക്കിയാൽ പോലും കാണത്തില്ല. പ്രാർത്ഥിക്കലയ്ക്ക് മറുപടി കിട്ടുന്നിടം വരെ കൂട്ടായ്മയ്ക്ക് വരും, പ്രാർത്ഥനയ്ക്ക് വരും, പിന്നെ പാസ്റ്ററിന് സ്വസ്ഥത കൊടുക്കത്തില്ല, പ്രാർത്ഥിക്കുന്ന ആർക്കും സ്വസ്ഥത കൊടുക്കത്തില്ല. ഇങ്ങനെ പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കും. നടന്നില്ല പാസ്റ്ററെ, നടന്നില്ല ദൈവദാസ, അങ്ങനാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അയലോകത്ത് പോലും അവരെ കാണത്തില്ല. എന്നാൽ അന്നെ സംബന്ധിച്ചിടത്തോളം ആ ശമൂവേൽ ബാലനെ അവര് നൽകി കഴിഞ്ഞപ്പോൾ മുലകുടി മാറിയതിനു ശേഷം ഒരു ജോഡി ഡ്രസ്സുമായിട്ട് ഇവളിതാ ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. എലിയോട് പറയുകയാണ്, ഈ പൈതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവം എനിക്ക് പൈതലിനെ തന്നു, ഞാനിതാ ഈ ആലയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അന്ന് വാസ്തവത്തിൽ വളരെ അത്യാവശ്യമായിരുന്ന ദേവാലയത്തിൽ, ആ ആലയത്തിൽ വിളക്ക് കത്തിക്കാൻ ആളില്ലാതെ വിളക്ക് കരിന്തിരി എരിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ഇതാ ഒരു പ്രവാചകനെ ശമൂവേൽ എഴുന്നേൽപ്പിക്കുകയാണ്. ശമൂവേൽ കൂടെ കാരണം എന്താ? ഒരു പെരീനയുടെ ഹൃദയം ദൈവസ്ഥലത്തിൽ അവള് പകർന്നതിന്റെ ഫലമാണ്. അത് മാത്രമല്ല, അവള് അവളുടെ വാക്ക് പാലിച്ച്
അവൾക്ക് ലഭിച്ചതായുള്ള ശമൂവേലിനെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തതിന്റെ ഫലമായി ദൈവം അവൾക്ക് അഡീഷണൽ എത്ര മക്കളെ കൊടുത്തു? 5 പേരെ, 3 ആണും 2 പെണ്ണും. അപ്പൊ 5 1 6. ഈ ചെറുപ്പത്തിൽ നമ്മള് ഈ ഒരു കളിയുണ്ട്, അതല്ലേ, 1 വെച്ചാൽ 2 എന്തോ 2 ഓർമ്മയില്ലേ? 1 വെച്ചാൽ 100 100 വെച്ചാൽ 2. 1 വെച്ചാൽ 100 നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടില്ല. 1 വെച്ചാൽ 2. വേറെ ഇതുകൂടെ ഉണ്ട്, അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു 2 പറഞ്ഞിട്ട് വെച്ചാൽ അവര് ഒന്ന് കറക്കി വെച്ച് വരുന്ന സാധനം എടുത്ത് കൈത്തരും. ഒന്നേലും ഒരു മുട്ടായി, അത് തന്നെ, വാ രാജാവാ, അത് തന്നെ. ഇവിടെ 1 കൊടുത്തപ്പോ എത്ര കിട്ടിയേ? 6. 3 2 5 1 6. ചമ്മോടെ ഇല്ലേ? അത് പിന്നെ അവിടെ പോയി എക്സ്ട്രാ 5. അപ്പൊ മൊത്തം എത്ര കിട്ടി? 6. കണക്ക് പഠിപ്പിക്കണോ മലയാളം ടീച്ചറിന്? 5 1 6. അപ്പൊ 6 പേരെ ദൈവം കൊടുത്തു. നോക്കണം, ദൈവം തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. He is not at all a debtor of anyone. നീ കർത്താവിന് വേണ്ടി അല്പം പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 100 ഇരട്ടി ദൈവം നിനക്ക് മടക്കി തരും. നീ കർത്താവിന് വേണ്ടി നിന്റെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 100 ഇരട്ടി നിനക്ക് സന്തതിക്കും സന്തതിക്കും നൽകും. അത് മാത്രമാണോ? യഹോവയുടെ വാഗ്ദത്തങ്ങൾ എത്ര കിടക്കുന്നത്? ഞാൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകൾ ഉറപ്പിച്ച് അതിനകത്ത് നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും. ഈ വചനം നമുക്ക് വലിയ ഇഷ്ടമാണ്. അടുത്തൊരു ഭാഗത്ത് പറയുന്നത് എന്താ? ഞാൻ നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവും ഞാൻ നിന്റെ വായിൽ തന്ന എന്റെ വചനങ്ങളും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകയില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുക, ഞാൻ നിന്റെ മേൽ പകർന്ന എന്റെ ആത്മാവ്, ഞാൻ നിന്റെ വായിൽ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും നീങ്ങിപ്പോകയില്ലെന്നുള്ളത് ദൈവത്തിന് മാറ്റമില്ലാത്ത വാഗ്ദത്തമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ ഗൗരവത്തോടെ വചന പഠനത്തിലും ആരാധനയിലും ശുഷ്കാന്തിയുള്ളവരായിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളവരെ പഠിപ്പിക്കണം. പക്ഷെ പഠിപ്പിക്കുന്നതിനേക്കാൾ അതോടൊപ്പം തന്നെ ആത്മീയ കാര്യത്തിൽ ശുഷ്കാന്തിയുള്ള ഒരു തലമുറയായി നമ്മുടെ തലമുറ വളരാൻ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം. അവരുടെ മുമ്പിൽ നല്ല മാതൃക നമ്മൾ കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ശമൂവേൽ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അവൻ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു. അതുവരെ യഹോവയുടെ ശബ്ദം ഇല്ലായിരുന്നു, അരുളപ്പാടുകളില്ലായിരുന്നു. പക്ഷേ ദാനിയേലിനെ ദൈവം 4 പ്രാവശ്യം വിളിക്കുകയാണ്. ദാനിയേലേ എന്നുള്ള ശബ്ദം, ശമൂവേലേ എന്നുള്ള ശബ്ദം പല പ്രാവശ്യം മുടങ്ങി. ശമൂവേൽ ആദ്യം അവന്റെ ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ ഏലി പുരോഹിതന്റെ അടുത്തേക്ക് ഓടി, നീ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല മകനെ എന്ന് പറഞ്ഞു. പോയി കിടന്നോളാൻ പറഞ്ഞു. അടുത്ത പോയി കിടന്നു. പക്ഷെ രണ്ടാമത് വീണ്ടും ദൈവശബ്ദം കേൾക്കുകയാണ്, ശമൂവേലേ എന്നുള്ള വിളി. 3ാമത്തെ പ്രാവശ്യമായപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇത് ദൈവമാണ് അവരെ വിളിക്കുന്നത്. ഏലി ദൈവശബ്ദം കേട്ടിട്ട് ഒരുപാട് നാളായി. ദൈവശബ്ദം കേൾപ്പാനില്ല. യഹോവയുടെ നിയമവട്ടം അവിടെ ഉണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ശമൂവേൽ പ്രവാചകൻ അവിടെ വളർന്നപ്പോൾ ദൈവശബ്ദം മുഴങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ! ഈ തലമുറയിലും ദൈവശബ്ദം മുഴങ്ങാൻ ചില ശമൂവേൽ ബാലന്മാരെ സഭയ്ക്ക് ആവശ്യമുണ്ട്, ദേശത്തിന് ആവശ്യമുണ്ട്. യഹോവയുടെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയാം. ഹല്ലേലൂയ! ശമൂവേല് 3ാം പ്രാവശ്യം എനിക്ക് മനസ്സിലായി ദൈവമാ വിളിക്കുന്നത്. ഏലി ശമൂവേലിനോട് പറഞ്ഞു, അടിയൻ ഇനിയും ആ ശബ്ദം കേട്ടാൽ അടിയനെ അയക്കണമേ എന്ന് നീ പറയണം. അതിൻ്റെ കൂടെ ഏലി ഒരു കാര്യം കൂടെ പറഞ്ഞു, യഹോവയുടെ എന്നെ കുറിച്ച് പറയുന്നതെല്ലാം
ഒന്നും മറച്ചു വെക്കാതെ എന്നോട് പറയണം. കാരണം എനിക്കറിയാം മക്കളാകെ പിഴച്ചുപോയി, ദൈവകോപത്തിന്റെ കീഴിലാണ് താണെന്ന് നല്ലതുപോലെ എനിക്കറിയാം. ദൈവത്തിന്റെ അള്ളപ്പാടുകൾ തനിക്ക് ലഭിക്കുന്നില്ല. കാരണം അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ശമൂവേൽ കൂടെ ദൈവം ഏലിയോട് ഇടപെടുന്നത്. ഏലിയോട് ഉള്ള ദൈവം അരുളി ചെയ്തതൊക്കെ ശമൂവേൽ പ്രവാചകൻ ഒന്നും മറച്ചു വെക്കാതെ ഏലിയോട് പറയുന്നതാണ്. ഈ ശമൂവേൽ പ്രവാചകന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഹി വാസ് എ വെരി ഫിയേഴ്സ്ലെസ് പ്രോഫറ്റ്. ഒട്ടും ഭയമില്ലാത്തൊരു പ്രവാചകനായി. ദൈവം അരുളി ചെയ്യുന്ന എന്തോ അത് മുഖം നോക്കാതെ വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനായിരുന്നു ശമൂവേൽ പ്രവാചകൻ. പ്രിയമുള്ളവരെ, ഇന്നും സഭയ്ക്ക് ആവശ്യം ഇതാണ്. കാരണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ എഴുന്നേൽക്കണം. ഇന്ന് ആർക്കും ധൈര്യമില്ല. എന്നോട് പല പാസ്റ്റർമാർ സങ്കടത്തോട് പറഞ്ഞിട്ടുണ്ട്, സാറേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സഭയില് ഒരു പ്രധാനപ്പെട്ട ആളുണ്ടെങ്കിൽ ആ സഭയുടെ ആ ആള് കാണിക്കുന്ന ദുർപ്രവൃത്തിക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവിടുന്ന് അടുത്ത ട്രാൻസ്ഫർ, കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇങ്ങനെ ഇരുന്ന് ദൈവദാസന്മാരെ വട്ട് തട്ടുമ്പോൾ അവരും വിചാരിക്കും ഞങ്ങളെന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളെ വന്നെത്തിയിരിക്കുമ്പോൾ. ഈ കാലഘട്ടത്തിൽ മുഖം നോക്കാതെ ദൈവം അരുളി ചെയ്യുന്നത്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പ്രസ്താവിപ്പാൻ സമർപ്പണമുള്ള, ഒരുക്കമുള്ള ഒരു കൂട്ടം പ്രവാചകന്മാരിന്റെ സഭയ്ക്ക് ആവശ്യമുണ്ട്. ഇനി അധികം കാലം നമുക്കില്ല. ഈ അടുത്ത സമയത്ത് ഒരു ജേർണലിസ്റ്റിന്റെ ആയിട്ടുള്ള അഭിമുഖം ഞാൻ വായിക്കാനായിട്ട് ഇടയാക്കുന്നത്. അദ്ദേഹം പറയാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളിലും ഇസ്രയേലിലൊക്കെ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ ഓരോന്നും അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുക, ഇനി അധികം നാൾ നമുക്കില്ല. കർത്താവിന്റെ പേര് എത്ര വേണമെങ്കിലും സംഭവിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? കർത്താവിന്റെ വരവ് ഇന്ന് രാത്രി അവൻ വന്നാൽ, ആർ വി പ്രിപ്പയർഡ് ടു മീറ്റ് ഹിം? അവനെ എതിരേൽക്കാൻ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പാട്ടുപാടും അല്ലേ? കർത്തൃകാഹളം യുഗാന്ത കാലത്തിൽ ധരിക്കുമ്പോൾ വേറെ വിളിക്കും നേരം ഞാനും കാണുമെന്നൊക്കെ നമ്മൾ പറയും പ്രിയമുള്ളവര്. പക്ഷേ കർത്താവ് ആരെ ചേർക്കാനാ വരുന്നത്? വിശുദ്ധിയെ തികച്ച് തന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന തന്റെ മണവാട്ടിയെയാണ് അവൻ ചേർക്കാൻ വരുന്നത്. നിരക്ഷിക്കപ്പെട്ടതായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം, വേർപെട്ടതായിരിക്കാം. പക്ഷേ ജീവിതത്തെ വിശുദ്ധി പാലിക്കുന്നില്ലെങ്കിൽ, ഞായറാഴ്ച നീ ഭംഗിയായി ആരാധിക്കുന്നു, പക്ഷെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നിന്റെ ജീവിതം ദൈവസന്നിധിയിൽ ശരിയല്ല എങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നീ എടുക്കപ്പെടുമെന്ന് വിചാരിക്കരുത് പ്രിയമുള്ളത്. ഞാനിത് വളരെ ഭയത്തോടും വിറയലോടും എന്നോടുകൂടെയുള്ള ദൂതായിട്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, അവൻ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനാണ്. മനുഷ്യരെ നമുക്ക് കളിപ്പിക്കാം, സ്വന്തം അപ്പനെയും അമ്മയും കളിപ്പിക്കാം, നാട്ടുകാരെ കളിപ്പിക്കാം, സഭക്കാരെ കളിപ്പിക്കാം. പക്ഷെ അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ളവനെ കളിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. സകലവും അവന് മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നെന്ന് വചനം പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാളുകൾ വിശുദ്ധിയെ തികച്ചു നിൽക്കുന്ന ഒരു കൂട്ടത്തെയാ കർത്താവിന് ആവശ്യം. വചനപ്രകാരം നമ്മുടെ അടിസ്ഥാനം എന്താ? നമ്മുടെ നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയ തിരുവചനമാണ് നമ്മുടെ അടിസ്ഥാനം. ഒരു സഭയുടെ ഉപദേശമല്ല. ഒരു സഭ ആവശ്യമാണ്. നമുക്ക് ഈ ലോകത്തിൽ നിൽക്കാൻ, ഒരു കൂട്ടായ്മ ആചരിക്കാൻ, നമുക്ക് അപ്പം തുറക്കാൻ, നമുക്ക് വചനം കേൾക്കാൻ, ആരാധിക്കാൻ ഒരു സഭ ആവശ്യമാണ്. പക്ഷേ അതിനപ്പുറമായി ഒരു സഭയും നമ്മെ രക്ഷിക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമല്ല, വിശുദ്ധിയെ തികച്ചു നിൽക്കുന്ന ഒരു കൂട്ടത്തെ എതിരേൽപ്പാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ശുദ്ധവും ശുഭ്രമായ നിർമ്മല വസ്ത്രം ധരിച്ച് മണവാളന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടിയെ പോലെ ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുന്ന നാളുകളാണ്. വിശുദ്ധിയെ തികച്ചു നിൽക്കണം. അത് കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിട്ടെന്ന് വരാം. എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് മറുപടി കിട്ടിയില്ലെന്ന് വരാം. നമ്മള് വിചാരിക്കാത്ത വിധത്തിൽ ദൈവം നമ്മളെ കൊണ്ടുപോയെന്ന് വരാം. പക്ഷെ ഒരു കാര്യം, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പിശാച് എത്ര പോരാടിയാലും അവൻ ജയിക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതി മാത്രമേ നിവൃത്തിയാകത്തുള്ളൂ. His plan alone will be fulfilled.
പിശാച് എത്ര പോരാടിയാൽ, അവൻ എത്രമാത്രം നമ്മളെ തകർക്കാൻ നോക്കിയാൽ, ശരീരത്തിൽ മുള്ളുകളിട്ട് നമ്മളെ പുറകോട്ട് വലിക്കാൻ നോക്കിയാൽ, നാം ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമുക്കൊരു ഉടയവനുണ്ട്, നമ്മളെ വിളിച്ചവനുണ്ട്, നമ്മളെ വേർതിരിച്ചവനുണ്ട്, നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നവനുണ്ട്, നമ്മളെ ഇന്നയോളം നിർത്തിയവനുണ്ട്. അവൻ നമ്മളെ ഒരു നാളും കൈവിടുന്നവനല്ല. അവൻ ചെയ്തെടുക്കാനുള്ള പ്രവൃത്തി അവൻ നിവർത്തിക്ക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ശമൂവേൽ പ്രവാചകൻ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. ഞാൻ ഓടിച്ചു പോവുകയാണ്, അവിടെ ഇവിടെ തൊട്ടങ്ങ് പോവുകയാണ്. പക്ഷേ അവന്റെ ജീവിതത്തില്, ശമൂവേൽ പ്രവാചകന്റെ ജീവിതം അത്ര സുഗമമൊന്നും അല്ലായിരുന്നു. കാരണം ശൗലിനെ ഈ കാലഘട്ടത്തിലാണ്, ശമൂവേൽ നല്ലവണ്ണം ന്യായപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇസ്രായേൽ മക്കൾ പറയുന്നത്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ശമൂവേലിനും അത് അനിഷ്ടമായി. ശമൂവേൽ ആകെ ഇറിറ്റേറ്റഡ് ആയി. പക്ഷെ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, നീ അവർ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകൻ അതും അനുസരിക്കുക. പ്രിയമുള്ളവരെ, he has no will of his own. തന്റെ ഒരു താല്പര്യവും ശമൂവേൽ പ്രവാചകനില്ല. he has no selfish motives. ഒരു സ്വാർത്ഥ താല്പര്യമില്ല. whatever God says, whatever his master says, he just said yes Lord. കർത്താവിന് ഇങ്ങനെയുള്ളവരെ ആവശ്യം. അവന്റെ ഇഷ്ടമല്ലായിരുന്നു ഈ ശൗലിനെ വാഴിക്കാൻ ശമൂവേൽ പ്രവാചകൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. യഹോവയ്ക്ക് ശമൂവേലിന് അത് അനിഷ്ടമായെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. പക്ഷെ ദൈവം പറഞ്ഞു വായിച്ചു കൊടുക്കാൻ പറഞ്ഞു. വായിച്ചു കഴിഞ്ഞതിന് ശേഷം ശമൂവേൽ പ്രവാചക ഈ ശൗല് പാപം ചെയ്ത് ആടുകളെ അമാലേക്യരെ മുഴുവൻ സംഹരിച്ചേക്ക് വരാൻ പറഞ്ഞിട്ട് അമാലേക്യരെ മുഴുവൻ സംഹരിക്കാതെ അവിടെയുള്ള നല്ല കാളകളെയും ആടുകളെയും ഒക്കെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോ നിർഭയമായി ശമൂവേലിന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയാ, നീ കേൾക്കുന്ന കാളയുടെ മുക്രയെന്ത്? അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത്, മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും യഹോവയ്ക്ക് പ്രസാദം നിന്റെ അനുസരണമായിരുന്നു. പാപം ചെയ്തു പോയി. അത് കഴിഞ്ഞപ്പോ പറയാ, യഹോവ നിന്റെ രാജ്യത്വം വലിച്ചു കീറിയിരിക്കുക. നോക്കണം, ധൈര്യത്തോടെ പറയുക ശമൂവേൽ പ്രവാചകൻ. അത് കഴിഞ്ഞപ്പോൾ ദൈവം ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു, ഞാൻ നിന്നെ യിശായിയുടെ ഭവനത്തിലേക്ക് അയക്കുക. അവിടെ ഞാൻ ശൗലിനൊരു പിൻഗാമിയെ കണ്ടിരിക്കുക. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. കാരണം ശൗല് അറിയുകയാണ് ശമൂവേൽ പ്രവാചകൻ പോയി ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തെന്ന് കേട്ടാൽ അടുത്ത നിമിഷത്തിൽ തന്റെ തല പോകും. ശമൂവേൽ നല്ലപോലെ അറിയാം. പക്ഷെ ദൈവം അരുളി ചെയ്തപ്പോൾ അവൻ ധൈര്യത്തോടെ യിശായിയുടെ ഭവനത്തിലേക്ക് ചെല്ലുക, ദാവീദിനെ അഭിഷേകം ചെയ്യുക അടുത്ത രാജാവായിട്ട്. ശമൂവേലിന്റെ അവസാന കാലഘട്ടത്തിൽ ശമൂവേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കടപ്പെട്ടിട്ടുണ്ടോ? ആരുടെയെങ്കിലും ആടോ മാടോ പണമോ സമ്പത്തോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? കവർന്നെടുത്തിട്ടുണ്ടോ? ഇപ്പൊ പറയണം, ഞാൻ മടക്കി തരാൻ സന്നദ്ധന. ഞാൻ വാസ്തവത്തിൽ ഇത് ചിന്തിച്ചപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു പോയി. ദൈവമേ, എന്തോ ഒരു സമർപ്പണമാണ്. പൗലോസിനും ഇത് പറയാനായിട്ട് കഴിഞ്ഞു. പൗലോസ് എഫെസോസിൽ വെച്ചിട്ട് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ട് തന്റെ അവസാന യാത്ര പറച്ചിലിന്റെ സമയത്ത് പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കടപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും നിങ്ങളോട് ചതിവായി വാങ്ങിച്ചിട്ടുണ്ടോ? ഞാൻ മുഖസ്തുതി പറഞ്ഞ ആരുടെയെങ്കിലും സ്വത്ത് ഞാൻ കവർന്നെടുത്തിട്ടുണ്ടോ? ഇപ്പോൾ പറയണം, ഞാൻ മടക്കിത്തരാം. നോക്കണം പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ദൈവദാസന്മാർ ഈ നാടുകളിൽ എഴുന്നേൽക്കണം. ദൈവദാസന്മാർ പറഞ്ഞാൽ ദൈവമക്കൾ എഴുന്നേൽക്കണം. സാക്ഷ്യമുള്ള ദൈവമക്കൾ, ദൈവസഭകൾ എഴുന്നേൽക്കട്ടെ. പ്രിയമുള്ളവർ, എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എഴുന്നേൽക്കണം. സഭ എന്ന് പറയുന്ന ആരാ? ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സഭ. ശമൂവേൽ പ്രവാചകൻ ഒരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക, അല്ലെ? ശമൂവേലിന് ഒരു വലിയ സ്വസ്ഥത ലഭിച്ചെന്ന് വചനത്തിൽ വ്യക്തമായി നമുക്ക് അതിന്റെ പശ്ചാത്തലം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് ഇപ്പൊ അങ്ങോട്ട് കയറിയാൽ അതൊരു വല്ലാത്ത സബ്ജക്റ്റാണ്. ശൗല് ആകപ്പാടെ ഫെലിസ്ത്യരെല്ലാം കൂടെ വന്നവനെ ആക്രമിക്കാൻ തുടങ്ങി. പ്രവാചകന്മാരോട് ചോദിച്ചിട്ട്, യഹോവയുടെ അരുളപ്പാട് ചോദിച്ചിട്ട് ഒരു അരുളപ്പാടും കിട്ടുന്നില്ല.
അവസാനം നിവൃത്തിയില്ലാതെ ഒരു വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് എന്ന് ശമൂവേൽ ഈ ശൗല് വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് എന്നിട്ട് അവളോട് പറഞ്ഞു, എനിക്ക് ഒരാളിനെ വരുത്തി തരണം. അവള് വന്ന ആള് വന്നപ്പോൾ കണ്ടപ്പോഴത്തേക്ക് അവളാകെ പേടിച്ചു. അവള് പറഞ്ഞു, നീ ശൗലല്ലയോ, നീ എന്നെ ചതിച്ചെന്താ? ശമൂവേൽ പ്രവാചകന് എന്റെ മുമ്പിൽ നിൽക്കുന്നു. ശമൂവേൽ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ സ്വസ്ഥതയ്ക്ക് നീ ഭംഗം വരുത്തിയത്. അപ്പം പിന്നെ അവിടെ ഒരു വലിയ ചോദ്യം വരും കേട്ടോ, ഇത് കൊനിഷ്ഠ കയറി ഞാൻ പിടിച്ചതെന്ന് എനിക്കറിയാം. അപ്പൊ ഒരു മന്ത്രവാദിക്ക് ഒരു ദൈവദാസന്റെ ആത്മാവിനെ തിരിച്ചു വരുത്താൻ പറ്റുമോ? പറ്റത്തില്ല. ദിസ് ഈസ് അനദർ ഡിസെപ്ഷൻ ഓഫ് ഡെവിൾ. പിശാചിന്റെ വലിയ വലിയ ചതിവാ പ്രിയമുള്ളവർ. ഒരു കാലത്ത് കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക്, ഞാനിതൊക്കെ പറയുന്നത് എന്തിനാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു കാലത്ത് കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് ഹോസ്റ്റലിലൊക്കെ ഒരു കളി ഉണ്ടായിരുന്നു. വിളക്ക് കത്തിച്ചു വെച്ചിട്ട് കറക്റ്റ് ഓജോ ബോർഡ് അല്ലേ, ഓജോ ബോർഡ്. പിശാചിനെ വിളിച്ചു വരുത്തുക. പിള്ളേരുടെ ഇടയ്ക്ക് ഹോസ്റ്റലിൽ അത് ഹോബിയായിട്ട് തുടങ്ങിയതാ. ഒരിടയ്ക്ക് അതൊരു വലിയ പ്രശ്നമാണ്. അനേക കുഞ്ഞുങ്ങളെ അത് മുഖാന്തരം പിശാച് തകർത്തു. ഓജോ ബോർഡ്. ഇപ്പൊ എല്ലാം കൂടെ പോയിട്ട് ഓജോ ബോർഡ് പോയിട്ട് അടുത്തെന്താ കരിയാക്കുന്നത്? ഗെയിം, മൊബൈൽ ഗെയിം. എല്ലാ പിള്ളേർക്കും മൊബൈൽ ഗെയിം കളിയാ. വിനുവിന്റെ മോനെന്തിയെ? മോനെ, നീ കളിക്കാറുണ്ടോ മൊബൈൽ ഗെയിം? വെരി ഗുഡ്. ദൈവോന്താകയാന്നായി പറഞ്ഞേ. ആപ്പാടെ കൊച്ചു പിള്ളേരെല്ലാം ഉള്ളു, അല്ല പിന്നെ ഞാൻ ആരോട് ചോദിക്കണ്ടേ? വിനുവിന്റെ മോളെന്തിയെ? നീ കാണാറുണ്ടോ മോളെ? കളിക്കാറുണ്ടോ? നിങ്ങൾ എന്നോട് തന്നെ മറുപടി പറഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, എത്ര കുഞ്ഞുങ്ങളെ ഈയിടെ നിങ്ങൾ വായിച്ചു കാണും. നോർത്ത് ഇന്ത്യയില് 3 പെൺകുഞ്ഞുങ്ങള്, സഹോദരിമാര് ഒരുമിച്ച് മേളത്തെ നിലയത്ത് ചാടി അങ്ങ് ചത്തു. കാരണം ഗെയിം കാണണ്ടെന്ന് അമ്മ പറഞ്ഞു. ആലോചിച്ച് നോക്കി. പിശാച് അനേക ജീവിതങ്ങളെ തകർക്കുകയാണ്. എന്തുമാത്രം കണ്ണുനീരോടുകൂടെ നമ്മുടെ തലമുറകൾക്കും ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ അവർക്ക് ഉപയോഗിച്ചേ പറ്റൂ. പഠിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ്, നിവൃത്തിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ സത്യം മനസ്സിലാക്കി, ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇടയായിത്തീരണം. ഒരിക്കലും VR കൃഷ്ണയ്യർ, നിങ്ങൾ അനുഭവങ്ങൾ വായിച്ചിട്ടുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യയോട് വർഷത്തിലൊരിക്കൽ സംസാരിക്കുമായിരുന്നു, ഒരു മീഡിയ മുഖാന്തരം. ഐ ടോക്ട് വിത്ത് ദി സ്പിരിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ബുക്ക്. എനിക്ക് ഒരു സമയത്ത് ഇതൊരു വലിയ ഹരമായിരുന്നു ഇതൊക്കെ വായിക്കാൻ. അന്ന് ഒത്തിരി ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് നിർത്തി, ആവശ്യമില്ലെന്ന് തോന്നി. അത്യാവശ്യം എനിക്ക് അറിയേണ്ടതൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞു. കാരണം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതൊരു വലിയ ഫാഷനായിരുന്നു. ഐ ടോക്ട് വിത്ത് ദി സ്പിരിറ്റ്സ്. പക്ഷേ ഈ ദൈവദാസനെ കയറി ചെന്ന് ഈ ഇങ്ങനെ നടത്തുന്നിടത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ദുരാത്മാ പ്രത്യക്ഷപ്പെട്ടില്ല. അവർ ഞരങ്ങിക്കൊണ്ട്, ഈ ദൈവദാസന്റെ പ്രസൻസ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഞരങ്ങി നിലവിളിച്ചോണ്ട് ഒരൊറ്റ ഓട്ടം. അന്ധകാര ശക്തിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ്, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അതിനകത്ത്. അതൊക്കെ ഞെട്ടിക്കുന്ന അനുഭവമാണ്. ശരിയായ വിശ്വാസമില്ലാത്തവരൊന്നും ഈ ബുക്കൊന്നും വായിക്കരുത്. പ്രിയമുള്ളവരെ, ഈ നാണ്യ ഗോളം പോലെ തന്നെ വളരെ ഡിസെപ്ഷൻ എന്താ പറയുക, വഞ്ചന നിറഞ്ഞ ഒരു പൈശാചിക ലോകമുണ്ട്. സത്യന്റെ മോനെന്തിയെ? മോനെ ശ്രദ്ധിച്ചോണേടാ. വല്ലാത്ത ഡിസെപ്ഷൻ നിറഞ്ഞ ഒരു വഞ്ചന നിറഞ്ഞ ഒരു അധോന ലോകമുണ്ട്. കാരണം ചതിക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളവരുടെ മധ്യത്തിൽ ദൈവാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നു, അന്നയെപ്പോലെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന അനേക അമ്മമാരെ വേണം. സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ദേശത്തിനു വേണ്ടി. അന്ന ഇതിനു വേണ്ടിയാ പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ ഒരു പൈതൽ ഉണ്ടാകണം. ഷീ വാസ് പ്രേയിങ് ഫോർ സ്പിരിച്വൽ ചിൽഡ്രൻ. അതോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ആത്മീക മക്കൾക്ക് വേണ്ടി എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം കുഞ്ഞുങ്ങളില്ലാതിരുന്നാൽ, കിട്ടാതിരുന്ന നമ്മുടെ മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ കുഞ്ഞുങ്ങളില്ലാതിരുന്നാൽ എന്തോ ഒരു വിഷമം അല്ലേ? പക്ഷെ നമുക്ക് ആത്മീയ മക്കൾ എന്തുമാത്രമുണ്ട്.
ആത്മീയ മക്കൾ ഇല്ലെങ്കിൽ ഒരു വിഷമമുണ്ടോ നമുക്ക്? പൗലോസ് പറയാണ്, ക്രിസ്തുയേശുവിൽ ഞാൻ ജനിപ്പിച്ചവനായ തിമോത്തിയോസ്. അപ്പം പൗലോസ് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പത്രോസ് കല്യാണം കഴിച്ചു. പക്ഷെ പൗലോസിന് ഒരുപാട് ആത്മീയ മക്കളുണ്ടായിരുന്നു. ക്രിസ്തുയേശുവിൽ ജനിപ്പിച്ച ആത്മീയ മക്കൾ. നമുക്ക് എത്ര ആത്മീയ മക്കളുണ്ട്? നമ്മളോട് തന്നെ മറുപടി പറഞ്ഞാൽ മതി. ഈ നാളുകൾ ആത്മീയ മക്കൾക്ക് വേണ്ടി നമുക്ക് കരയാം. ആത്മീയമായുള്ള അനേക ശമൂവേൽ പ്രവാചകന്മാരെ പോലുള്ള അനേക ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി നമുക്ക് കരയാം. നമ്മെ തന്നെ ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.